ഹലോ, ഞാൻ എപ്പോഴും പറയാറില്ലേ, ആഴ്ചയിൽ നമ്മൾ ഒന്നോ രണ്ടോ തവണയെങ്കിലും എണ്ണയൊക്കെ വെച്ച് കുളിക്കണം കേട്ടോ. ഞാനപ്പോൾ നമ്മൾ തന്നെ കാച്ചിയെടുത്തിട്ടുള്ള എണ്ണ വെച്ചിട്ടാണ് കുളിക്കാറ്. ഇപ്പോഴത്തെ കുളി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുനിയാനും നിവരാനൊക്കെ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഒരു വക കുളിയൊക്കെ കുളിക്കാൻ പറ്റത്തുള്ളൂ. ബെൽറ്റ് ഇട്ടോണ്ടേ നമുക്ക് നടക്കാനും ഇരിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. 2-3 മാസത്തേക്ക് അങ്ങനെ തന്നെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയാസപ്പെട്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ചെമ്പരത്തിയിലേക്ക് പറിച്ച് താളിയൊക്കെ ഉണ്ടാക്കി കുളിക്കാമെന്ന്. വല്ലപ്പോഴൊക്കെ നമ്മളിങ്ങനെ കുളിക്കണം നല്ലതാണ് കേട്ടോ. ഒരു നാച്ചുറൽ ബാത്ത് അതിൻ്റേതായ ഒരു എന്താ പറയുക, ഒരു സുഖമൊക്കെ കിട്ടും. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഞാൻ ചെമ്പരത്തിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ദൂരേക്കൊന്നും പോകണ്ട. അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് സമയം, ഒരു 10-20 മിനിറ്റ് നമ്മൾ എണ്ണ വെച്ചിട്ട് തലയിൽ ഹോൾഡ് ചെയ്യണം. എന്നിട്ട് എണ്ണ അതേപോലെ തന്നെ കഴുകിയും കളയണം കേട്ടോ. എണ്ണ തലയിൽ ഇങ്ങനെ തേച്ച് വെച്ച് ആകെപ്പാടെ കൊണ്ടു നടക്കണമെന്നൊന്നുമില്ല. അത് ഭയങ്കര വൃത്തികേട്, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുമായിരിക്കും. എണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും അത് കഴുകിയും കളയണം. എണ്ണ ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ തലയിലൊക്കെ അബ്സോർബ് ആയിക്കോളും. പിന്നെ എണ്ണ കൊണ്ടു നടന്നിട്ട് പ്രത്യേകിച്ചൊരു ഗുണമൊന്നും ഉണ്ടാവത്തില്ല. അപ്പം എനിക്കാണെങ്കിൽ എൻ്റേതായ കാര്യങ്ങളൊക്കെ വേറൊരാൾ ചെയ്തു തരിക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നമുക്ക് ഈ ആക്സിഡൻറ്റ് ഉണ്ടായതിന് ശേഷമാണ് നമ്മളെക്കൊണ്ട് പല കാര്യങ്ങളും പറ്റാതായി. നമുക്ക് നമ്മുടെ സ്വന്തം കാര്യം തന്നെ എനിക്ക് നോക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയായി. കുഞ്ഞിൻ്റെ കാര്യമാണെങ്കിലൊക്കെ. എന്നാൽ പോലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മുടെ ഓരോരുത്തരുടെ സമയം, ഈ ഒരു സമയം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കടന്നു പോകണമല്ലോ. എന്നാലും നമ്മൾ കുറച്ചൊക്കെ പെട്ടെന്ന് തന്നെ റിക്കവർ ആവാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. തീരെയും നമ്മളിങ്ങനെ രോഗിയായിട്ട് ഇരുന്ന് കഴിഞ്ഞാലും ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുകളും ഒക്കെയാണ്. എന്തായാലും വന്നുപോയി, ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ എണീക്കണമല്ലോ. അപ്പം ഞാൻ രാവിലെ തന്നെ, വേറെ എവിടെയും നമുക്ക് പോകാനൊന്നുമില്ല, എന്നാലും ഞാൻ പണ്ടത്തെ പോലെ തന്നെ എപ്പോഴും രാവിലെ തന്നെ എണീച്ച് കുളിച്ച് റെഡിയായി കുറച്ച് ക്രീമൊക്കെ തേച്ച് സെറ്റായിട്ട് വീട്ടിലിങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കും. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇനിയിപ്പോൾ 2-3 മാസത്തേക്ക് നമുക്ക് ഈ ബെൽറ്റ് ഇട്ടിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ മുറ്റത്തൊക്കെ നടക്കും, പതുക്കെ ഓരോന്നൊക്കെ ചെയ്യും. ഇപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ അല്ല ഇപ്പോഴത്തെ പരിപാടികൾ. വേറെ പ്രത്യേകിച്ചൊരു പരിപാടിയില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.